ഈ ലാഫിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ ലോകകപ്പ് തന്നെ തുടങ്ങണം. കഴിഞ്ഞ ലോകകപ്പിൽ പക്ഷേ ഏറ്റവും കൂടുതൽ നമ്മൾ ട്രോൾ ചെയ്ത ടീമുകളിൽ ഒന്നാണ് സ്പെയിൻ എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരുപാട് പാസ് ഇടും, ലാസ്റ്റ് ഗോളടിക്കൂല എന്നുള്ള വലിയ ട്രോളുകൾ വന്നൊരു ടീമാണ്. പക്ഷെ അതിനുശേഷം നമ്മൾ കണ്ടൊരു സ്പെയിനുണ്ട്, പ്രത്യേകിച്ചും കഴിഞ്ഞ യൂറോ കപ്പിൽ. ആ ടീമിൻ്റെ പിന്നിലുള്ളൊരു ബുദ്ധികേന്ദ്രമാണ് ഈ ലാഫുവൻ്റെ. അദ്ദേഹത്തെ വരുമ്പോൾ ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു. കാരണം സ്പെയിൻ എന്ന് പറയുന്നത് കോച്ചുമാർക്ക് ക്ഷാമില്ലാത്തൊരു സ്ഥലമാണ്. കാരണം ലോകത്തെ ഏറ്റവും മികച്ച കോച്ചുമാർ, നിലവിലെ കോച്ചുമാരുള്ള സ്ഥലമാണത്. പെപ് ഗാർഡിയോളയുണ്ട്, മിഖേൽ ആർട്ടേറ്റയുണ്ട്, ഉനായ് എമറിയുണ്ട്. അപ്പോൾ ഇതിലാരെങ്കിലുമൊക്കെ കോച്ചാകുന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെയാണ് ആ ഒരു സ്ഥാനത്തേക്കാണ് ഒരു വൃദ്ധനായിട്ടുള്ള ഈ ലാഫുവൻ്റെ വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഈ ലാഫുവൻ്റെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഈ സ്പാനിഷ് ഫുട്ബോളിന് എന്താ പറയുക, നമ്മൾ ഈ അരക്കി കലക്കി കുടിച്ച ആളാന്നൊക്കെ പറയുമല്ലോ, ആ ഒരു ഗണത്തിൽപ്പെട്ട ആളാണ്. കാരണം അദ്ദേഹം യൂത്ത് ടീമുകളെ ഒരുപാട് കാലം പരിശീലിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ കുട്ടികളാണ്. ഈ ലോകകപ്പ് കളിക്കുന്നതിൽ ഭൂരിഭാഗം പേര് അദ്ദേഹത്തിൻ്റെ കുട്ടികളാണ്. ഇപ്പോൾ ഗാവി ആയാലും നിക്കോ വില്യംസ് ആയാലും ഒക്കെ അദ്ദേഹത്തിന് ചെറുപ്പകാലം തൊട്ട് തന്നെ നന്നായി അറിയുന്ന ആളുകളാണ്. അപ്പോൾ അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. പിന്നെ സ്പാനിഷ് ഫുട്ബോൾ എന്ന് പറയുന്നത് പരമ്പരാഗതമായിട്ട് എന്നും എല്ലാ കാലത്തും വിവാദങ്ങൾ ഉണ്ടാകുന്നതാണ്. കാരണം രണ്ട് കരകളാണത്. ഒന്ന് കാറ്റലോണിയ എന്ന് പറയുന്ന കരയുണ്ട്, മറ്റൊന്ന് മാഡ്രിഡ് എന്ന് പറയുന്ന കരയുണ്ട്. അപ്പോൾ എല്ലാ കാലത്തും ഈ ഒരു ബാലൻസിങ് പല കോച്ചുമാർക്കും പ്രശ്നം ഉണ്ടാകുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ ലോകകപ്പിൽ സ്പെയിൻ തോറ്റപ്പോഴും പറഞ്ഞിരുന്നത് ലൂയിസ് എൻറിക്ക് അദ്ദേഹത്തിൻ്റെ ബാഴ്സലോണ ഫേവർ ചെയ്ത് ഒരുപാട് താരങ്ങൾ എടുത്തു എന്നൊക്കെയായിരുന്നു. പക്ഷേ ഈ വർഷം വന്നപ്പോൾ ഒരു റയൽ താരം പോലും ഇല്ല. അല്ലെങ്കിൽ ഈ ലാഫുവൻ്റെ എന്ന് പറയുന്നത് ഈ കാറ്റലോണിയൻ സൈഡിൽ നിന്നോ അല്ലെങ്കിൽ മാഡ്രിഡ് സൈഡിൽ നിന്നുള്ള ആളല്ല. അദ്ദേഹം ബാസ്ക് എന്ന് പറയുന്ന സ്പെയിനിലെ മറ്റൊരു പ്രധാന പ്രവിശ്യയിൽ നിന്നുള്ളൊരു കോച്ചാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആയതുകൊണ്ട് കൂടുതൽ വിമർശനങ്ങളില്ല. ഒരു പക്ഷേ ഈ സ്ഥാനത്ത് ഒരു ബാഴ്സലോണ ഒരു ആളായിരുന്നുവെങ്കിൽ വലിയ വിമർശനങ്ങൾ ഉണ്ടാകുമായിരുന്നു.